നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിൽ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലൊന്ന് കേരളത്തിൽ ക്രൈസ്തവ ബിഷപ്പുമാരെ അപമാനിച്ച അല്ലെങ്കിൽ അവഹേളിച്ച കേരളത്തിലെ ഒരു മന്ത്രിയുടെ പ്രസ്താവനയെക്കുറിച്ചായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസിനോടനുബന്ധിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ക്രൈസ്തവ സഭാ നേതാക്കൾക്കും ക്രൈസ്തവ പുരോഹിതർക്കും വേണ്ടി ഒരു വിരുന്നു സൽക്കാരം സംഘടിപ്പിച്ചിരുന്നു. ആ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെ വളരെ മോശപ്പെട്ട പദപ്രയോഗത്തിലൂടെയാണ് മന്ത്രി സജി ചെറിയാൻ അവഹേളിച്ചത്. ഇതിനെതിരെ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധമുയർന്നു, പ്രതിപക്ഷത്തിൽ നിന്ന് ഉയർന്നു. എന്നാലും തന്റെ നിലപാടിൽ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുകയാണ് പിന്നീട് സജി ചെറിയാൻ ചെയ്തത്. ആർക്കെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ വീഞ്ഞും കേൾക്കുമെന്ന പ്രയോഗം വേണമെങ്കിൽ പിൻവലിക്കാം. എന്നാൽ തന്റെ പ്രസ്താവന രാഷ്ട്രീയ പ്രസ്താവന നിലനിൽക്കുന്നതായി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭകൾക്കൊപ്പം നിൽക്കാനുള്ള തീരുമാനത്തിലാണ് BJP നേതൃത്വം. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഗൗരവമുള്ള ഇടപെടൽ നടത്തുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ സജി ചെറിയാനെതിരെ നിയമ നടപടികൾ പോലും സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് BJP. അത് മാത്രവുമല്ല, ഇത് BJP എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ ഉദാഹരണമാണ് തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഈ വിഷയം ഉൾപ്പെടുത്തിയത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത ഒരു വിരുന്ന് സൽക്കാരത്തിലാണ് ഈ ബിഷപ്പുമാരും ക്രൈസ്തവ പുരോഹിതരും പങ്കെടുത്തത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിലല്ല. അതിനെയാണ് മന്ത്രി സജി ചെറിയാൻ വിമർശിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രസ്താവനയെ തുടർന്ന് മന്ത്രിസ്ഥാനം ഒരിക്കൽ തെറിച്ചുപോയ വ്യക്തിയാണ് സജി ചെറിയാൻ. 6 മാസം പുറത്തു നിന്ന ശേഷം വീണ്ടും മന്ത്രിസഭയിലേക്ക് മടങ്ങി വന്നതിന് പിന്നാലെ വീണ്ടും ക്രൈസ്തവ മതവിഭാഗങ്ങളെ അവഹേളിച്ചുകൊണ്ടുള്ള വലിയ പ്രസ്താവന. ആ പ്രസ്താവന കേവലം ഒരു നാവ് പിഴയായിട്ട് നമുക്ക് കണക്കാക്കാനാവില്ല. അതെന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ക്രൈസ്തവ മതവിഭാഗങ്ങൾ ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ സഭ ഉയർത്തിവിടുന്ന ചില പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധത്തിൽ CPM അസ്വസ്ഥരാണ്, അതുപോലെ തന്നെ സർക്കാർ അസ്വസ്ഥരാണ്. നവകേരള യാത്ര നടത്തുന്നതിലെ പൊള്ളത്തരത്തെക്കുറിച്ച് സഭയുടെ വിമർശനങ്ങൾ ഇടയ്ക്കുണ്ടായിരുന്നു. പാലസ്തീൻ അനുകൂല, ഹമാസ് അനുകൂല പ്രകടനങ്ങൾ കേരളത്തിൽ നടത്തുന്ന ഇടത് വലത് മുന്നണികൾക്കെതിരെ സഭയുടെ മുഖപത്രം തന്നെ വലിയ പ്രതിഷേധമുയർത്തിയതാണ്. മുഖപ്രസംഗം പോലും എഴുതുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ സഭാ നേതൃത്വവുമായി വലിയ അകൽച്ചയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPMന്റെ നേതാക്കളും. ആ സാഹചര്യത്തിൽ സഭാ നേതൃത്വം BJPയോട് അടുക്കുന്നു എന്ന ഒരു സൂചന ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ BJPയോട് അടുക്കാനുള്ള സഭാ നേതൃത്വത്തിന്റെ തീരുമാനത്തെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കുളം കലക്കി മീൻ പിടിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് സജി ചെറിയാൻ പയറ്റിയതെന്നുള്ളത് ഏവർക്കും ബോധ്യപ്പെടും. ആ തന്ത്രത്തിൽ പക്ഷേ കോൺഗ്രസ് വീണു, അല്ലെങ്കിൽ UDF വീണു. എന്നാൽ BJP വളരെ കരുതലോടുകൂടിയാണ് ഈ വിഷയത്തെ നേരിട്ടത്. പക്ഷേ സഭാ നേതൃത്വം ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. കാരണം കേവലം ഒരു പ്രസ്താവനയല്ല, ഇത് ഒരു സഭയുടെ നേതൃത്വത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പ്രധാനമന്ത്രി വിളിച്ച ഒരു പരിപാടിയാണ്. ആര് വിളിക്കുന്നു, എവിടെ പോകണമെന്ന് തീരുമാനിക്കുന്നത് സഭയാണ്, അല്ലാതെ ഏതെങ്കിലും മന്ത്രിയോ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെന്ന് ക്ലിമിസ് തിരുമേനി കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ പൊരുളതാണ്. ഇവിടെ സജി ചെറിയാൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ആസ്ഥാനത്ത് വന്ന ഒരു നാവ് പിഴയാണെന്ന് ഒരിക്കലും കരുതാനാവില്ല. വളരെ കരുതിക്കൂട്ടി അതിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കൃത്യമായി പരിശോധിച്ചുകൊണ്ട് കൃത്യമായി മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടുകൂടി സജി ചെറിയാൻ നടത്തിയ ഒരു പ്രസ്താവന, ആ പ്രസ്ഥാനം വിവാദമാവുകയും അത് ക്രൈസ്തവ സഭകൾക്കിടയിൽ, ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കും ചെയ്ത സാഹചര്യത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി എത്തുന്നു. പരസ്യമായി മന്ത്രിയെ ശാസിക്കുന്ന സാഹചര്യം വരുന്നു. മന്ത്രിയുടെ നിലപാട് പാർട്ടിയുടെ നിലപാടല്ലെന്ന് തള്ളിപ്പറയുന്നു. മുഖ്യമന്ത്രി ഒരു അക്ഷരം ഉരിയാടാതെ ഇപ്പോഴും മൗനം തുടരുന്നു. ഈ സാഹചര്യത്തിൽ സജി ചെറിയാൻ തന്റെ പ്രസ്താവന പിൻവലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കേക്കും വീഞ്ഞും പരാമർശം വേണമെങ്കിൽ പിൻവലിക്കാമെന്ന് പറയുന്നു. ചുരുക്കത്തിൽ താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നതായി സജി ചെറിയാൻ പറയുന്നു. എന്നാൽ ക്രൈസ്തവ സഭയ്ക്ക് വേണമെങ്കിൽ ഒരു സമാധാനമായിക്കൊള്ളട്ടെ എന്ന മട്ടിൽ ഈ വിഷയത്തിലെ തന്റെ നിലപാട് മയപ്പെടുത്തുന്നു എന്ന് മാത്രം അദ്ദേഹം പറയുന്നു. ഇവിടെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ്. കേരളത്തിലെ ഇടതു സർക്കാരിന്റെ നിലപാട് വ്യക്തമാണ്.
ക്രൈസ്തവ സഭയ്ക്കെതിരെയുള്ള അവരുടെ നിലപാട് വ്യക്തമാണ്. ഒരു ഘട്ടത്തിലും കേരളത്തിലെ ക്രൈസ്തവരും BJPയും അടുക്കരുത്. കേരളത്തിലെ ക്രൈസ്തവ സഭകളും BJP നേതൃത്വവുമായി ഒരു ചർച്ച നടക്കരുത്. അങ്ങനെ ക്രൈസ്തവരുടെ വോട്ട് ഒരു കാരണവശാലും BJP സ്ഥാനാർത്ഥികൾ ലഭിക്കരുത്. അങ്ങനെ 5, 10, 20% ക്രൈസ്തവ വോട്ടുകൾ BJP സ്ഥാനാർത്ഥികൾ ലഭിച്ചാൽ നിഷ്പ്രയാസം BJP സ്ഥാനാർത്ഥികൾ വിജയിക്കും. അത് ഒരിക്കലും CPM-നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ ചിന്തിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ക്രൈസ്തവ വോട്ടുകൾ BJP പാളയത്തിലേക്ക് പോകരുതെന്നുള്ള ഒറ്റ അജണ്ട കൊണ്ട് നടത്തിയ പ്രസ്താവനയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാനുള്ള ശ്രമവുമാണ്. അങ്ങനെ ക്രൈസ്തവരും BJPയും രണ്ട് തട്ടിലാകണമെന്നുള്ള വലിയ ലക്ഷ്യമുണ്ട്. മണിപ്പൂർ വിഷയം പോലും വീണ്ടും വീണ്ടും ഉയർത്തി വിവാദമുണ്ടാക്കാനുള്ള ശ്രമം ഒരു മന്ത്രി തന്നെ നടത്തുന്നത് ഈ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്.